ഐഡിയാസ്. അപ്പൊ എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് മിസ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഇടുമോ എന്നുള്ളത്. യെസ്, അതുമായിട്ടാണ് ഇപ്പൊ സൈലം വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ക്രിസ്മസ് എക്സാമിന് അറിയാലോ 12 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അപ്പൊ അതിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ചോദിച്ചിരിക്കുന്ന ചോദ്യം ഏതാണ്, അതായത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതൊക്കെയാണ് എന്നാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് ചാപ്റ്റർ കോറിലേഷൻ അനാലിസിസ്. അതിൽ നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടെ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ. ഒരു വർഷം നമ്മളുടെ ടൈപ്സ് ഓഫ് കോറിലേഷനും കാണാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, സീറോ കോറിലേഷൻ ഉണ്ട് എന്നതാണ് അവിടെ ആൻസർ ആയിട്ട് വരാം. സോ ഇതിന്റെ രണ്ടിന്റെയും ഇക്വേഷനും ക്വസ്റ്റ്യൻസും നിർബന്ധമായിട്ടും ചെയ്തു പഠിക്കണം. ആൻഡ് നമ്മൾക്ക് സെക്കൻഡ് ചാപ്റ്റർ റിഗ്രഷൻ അനാലിസിസിലേക്ക് വരുമ്പോൾ അവിടെ കുറച്ച് ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്. എല്ലാ ഇക്വേഷനിൽ നിന്നും സത്യത്തിൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ആദ്യത്തേത് നമ്മൾ ഇക്വേഷൻസ് ഓഫ് റിഗ്രഷൻ ലൈൻസ് ആണ്. എക്സ് ഓൺ വൈ ഉണ്ട്, വൈ ഓൺ എക്സ് ഉണ്ട്, രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ആൻഡ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആൻഡ് അവിടെ നമുക്ക് റിഗ്രഷൻ കോഎഫിഷ്യൻസ്, അതായത് നമ്മളുടെ വി വൈ എക്സും വി എക്സ് വൈയും കാണാനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിൽ നിന്ന് പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പ്രോപ്പർട്ടീസിൽ നമുക്ക് ഈ റിഗ്രഷൻ കോഎഫിഷ്യൻസ് കാണാൻ വേണ്ടിയിട്ട് കോറിലേഷൻ കോഎഫിഷ്യന്റും നമ്മളെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസും വെച്ചിട്ട് ഒരു ഇക്വേഷൻ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് നമ്മളുടെ കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണുന്ന ഇക്വേഷൻ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ. ഇതും എക്സാമിന് അധിക വട്ടവും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് ഐഡന്റിഫിക്കേഷൻ ഓഫ് റിഗ്രഷൻ ലൈൻസ്. രണ്ട് ഇക്വേഷൻ തന്നിട്ട് ഇതിൽ ഏതാണ് എക്സ് ഓൺ വൈ, ഇതിൽ ഏതാണ് വൈ ഓൺ എക്സ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇനി എലമെന്ററി കാൽക്കുലേഷനിലേക്ക് വരികയാണെങ്കിൽ അവിടെ ആകെ നമ്മൾ പഠിക്കുന്നത് ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും ആണ്. അത് എക്സാമിന് ചോദിക്കാറുണ്ട്. അവിടെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് തന്നിട്ട് ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണ്, ഇതിന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്താണ്, പിന്നെ നമ്മൾ കോസ്റ്റ് ഫംഗ്ഷൻ, റവന്യൂ ഫംഗ്ഷൻ എന്നൊക്കെ പഠിക്കുന്നുണ്ട്. അതിന്റെ മാർജിനൽ റവന്യൂ അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് ഫംഗ്ഷൻ എന്നുള്ള മാർജിനൽ വാല്യൂസ് കാണാൻ വേണ്ടി അവിടെ ചോദിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് റാൻഡം വേരിയബിൾസിലേക്ക് വരുമ്പോൾ ഏറ്റവും അധികം ചോദിച്ചിരിക്കുന്നത് ഡിസ്ക്രീറ്റിന്റെ കേസിലെ മീനും വേരിയൻസും കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ കാണാം ഒരുപാട് വട്ടം ഈ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ്ലി വന്നിട്ടുണ്ട്. ആൻഡ് കണ്ടിന്യൂസിന്റെ മീൻ കാണാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കാണാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അതിനെക്കാട്ടും അധികം ചോദിച്ചിരിക്കുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ്. അപ്പൊ ഏതൊക്കെയാണ് പ്രോപ്പർട്ടീസ് എന്ന് എഴുതിയാൽ മതി. ആൻഡ് നമ്മൾ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരുമ്പോൾ സ്ഥിരമായിട്ട് ബൈനോമിയലിന്റെ കേസിൽ ഒരൊറ്റ മോഡലാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. മീനും തന്നിട്ടുണ്ടാവും, വേരിയൻസ് തന്നിട്ടുണ്ടാവും. ആൻഡ് അതിൽ നിന്ന് എൻ കാണാൻ, പി കാണാൻ, ക്യൂ കാണാൻ അല്ലെങ്കിൽ PMF എഴുതാൻ വേണ്ടി ഇതാണ് ബൈനോമിയലിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആൻഡ് പോയ്സോണിലേക്ക് നോക്കുകയാണെങ്കിൽ PMF എന്തെങ്കിലും ലാംഡയുടെ വാല്യൂ തന്നിട്ടുണ്ടായിരിക്കും. ആൻഡ് അത് വെച്ചിട്ട് അതിന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ചോദിക്കാറ്. നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വട്ടം പോലും മുടങ്ങാതെ എന്നുള്ള രീതിയിൽ നമ്മളോട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ കർവ് എന്തൊക്കെയാണ്. ചിലപ്പോൾ 4 പ്രോപ്പർട്ടി എഴുതാനായിരിക്കും, ചിലപ്പോൾ 6 പ്രോപ്പർട്ടീസ് എഴുതാനായിരിക്കും. സോ ഇങ്ങനെ മാറി മാറി ചോദിക്കാറുണ്ട്. ആൻഡ് നമ്മളുടെ Z ട്രാൻസ്ഫോർമേഷൻ അത് വെച്ചിട്ട് നമ്മളുടെ പ്രോബബിലിറ്റി, ഇപ്പം പ്രോബബിലിറ്റി ഓഫ് -2 Z 3 എത്രയാണ്. സോ ഇത് കാണണമെങ്കിൽ എന്തറിയണം, എങ്ങനെയാണ് Z ട്രാൻസ്ഫോർമേഷൻ. ചിലപ്പം X വെച്ചിട്ടായിരിക്കും തരുന്നത്, അപ്പൊ Z ട്രാൻസ്ഫോർമേഷൻ അറിഞ്ഞിരിക്കണം. ആൻഡ് അതേപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു ടേബിളിൽ നിന്ന് സെഡിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റാം. ഇത് നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സാമ്പിളിംഗിലേക്ക് വരുന്ന സമയത്ത് അവിടെ തിയറി പാർട്ടിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് പാരാമീറ്റർ, എന്താണ് സ്റ്റാറ്റിസ്റ്റിക്, അത് എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ആൻഡ് കാൽക്കുലേഷൻ പാർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് ഉണ്ട്, വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ഉണ്ട്. മോസ്റ്റ്ലി വിത്തൗട്ട് റീപ്ലേസ്മെന്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻ കണ്ടിരിക്കുന്നത്. ആൻഡ് അവിടെ നമുക്ക് മീൻ കാണാൻ വേണ്ടി ചോദിക്കാറുണ്ട്, വേരിയൻസ് കാണാൻ വേണ്ടി ചോദിക്കാറുണ്ട്, ആൻഡ് സ്റ്റാൻഡേർഡ് എറർ കാണാൻ വേണ്ടി ചോദിക്കാറുണ്ട്. പിന്നെ നമ്മളെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് chi², TF ഈ 3 ആൾക്കാരും പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആ പ്രോപ്പർട്ടീസിൽ നിന്നാണ് മാച്ച് ദ ഫോളോയിങ് വരുന്നത്. അതേപോലെ തന്നെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് അവർ ചോദിക്കാറുള്ളത്. ഇനി എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സിലേക്ക് വരുമ്പോൾ അവിടെയും നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി പറ്റും. എസ്റ്റിമേറ്റർ എന്താണ്, എസ്റ്റിമേറ്റ് എന്താണ്. അതേപോലെ തന്നെ ഏറ്റവും അധികം വട്ടം റിപ്പീറ്റഡ്ലി വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് എസ്റ്റിമേറ്റ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അൺബയാസ്നെസ്, സഫിഷ്യൻസി, എഫിഷ്യൻസി, കൺസിസ്റ്റൻസി. ഈ 4 പ്രോപ്പർട്ടീസ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് അൺബയാസ്നെസിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആൻഡ് നമ്മളെ എഫിഷ്യൻസിന്റെ ക്വസ്റ്റ്യൻസും സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പൊ എഫിഷ്യൻസിന്റെ ക്വസ്റ്റ്യനും ചെയ്യാൻ വേണ്ടി പഠിച്ചോളാം.
ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരുപാട് തിയറി പാർട്ട് നമുക്ക് വരുന്നുണ്ട്. ആൻഡ് ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 3 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ആയിട്ട് വരാറുണ്ട്. ടൈപ്പ് 1 ടൈപ്പ് 2 എറർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, പവർ ഓഫ് ടെസ്റ്റ്, ക്രിട്ടിക്കൽ റീജിയൻ, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്, ഇതെല്ലാം ഒന്നെങ്കിൽ ഡെഫിനിഷൻ ആയിട്ട് കാണാനാണ് ചോദിക്കാറ്, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. സോ ഇതിന്റെ എല്ലാം ഡെഫിനിഷൻസ് പഠിച്ചോളാം. സെഡ് ടെസ്റ്റും കൈ സ്ക്വയർ ടെസ്റ്റ് ഫോർ ആട്രിബ്യൂട്ട്സും അതിന്റെ പ്രോബ്ലം ചെയ്യാൻ പഠിക്കണം. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഇക്വേഷനിലേക്ക് എത്തിക്കുക, എങ്ങനെയാണ് ആ ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യുക എന്നത് കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കണം. ഇനി എനാലിസിസ് ഓഫ് വേരിയൻസിലേക്ക് വരികയാണെങ്കിൽ അവിടെയും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അസംപ്ഷൻസ് ഓഫ് എനോവ. ഒരു 4 പോയിന്റ് ഉണ്ട്. ആ 4 പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ആൻഡ് എനോവ ടേബിൾ, ആ ടേബിൾ വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. അതിലേക്കുള്ള ഇക്വേഷൻസും എങ്ങനെ ആ ടേബിൾ ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റും, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ആ ടേബിൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞിരിക്കണം. ചില വർഷങ്ങളിൽ ജസ്റ്റ് 2 ലൈൻസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. ആ തന്നിരിക്കുന്നതിൽ നിന്ന് നമ്മൾ ടേബിൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ ടേബിൾ എങ്ങനെയാണ് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. 11th ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിലേക്ക് വരുമ്പോൾ നമ്മളോട് കാണാൻ വേണ്ടി അധികം ചോദിക്കാറുള്ളത് ഇതാ മീൻ ചാർട്ടാണ് ചോദിക്കാറുള്ളത്, നമ്മളെ എക്സ് ബാർ ചാർട്ട് എന്ന് പറയുന്നത്. ചില വർഷങ്ങളിൽ NP ചാർട്ടിന്റെ തന്നെ വരയ്ക്കാൻ വേണ്ടി ചോദിക്കാറില്ല, ജസ്റ്റ് കാൽക്കുലേഷൻ കൺട്രോൾ ലിമിറ്റ്സ് കാണാനാണ് ചോദിക്കാറ്. മീൻ ചാർട്ട് വരയ്ക്കാനും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് കാൽക്കുലേഷൻ പാർട്ടാണ് ചോദിക്കാറുള്ളത്. ഇനി ക്വാളിറ്റി, എന്താണ് ക്വാളിറ്റി? 2 ഡെഫിനേഷൻ ഉണ്ട്. ആ ഡെഫിനേഷൻ ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്. ആൻഡ് പിന്നെ നമ്മളെ യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, അതും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ടൈം സീരീസിലേക്ക് വരുമ്പോൾ ഒരു വട്ടം പോലെ മുടങ്ങാതെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കമ്പോണൻസ് ഓഫ് ടൈം സീരീസ് എന്താണ് എന്നുള്ളത്. അത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. സെക്യുലർ ട്രെൻഡ്, പീരിയോഡിക് മൂവ്മെന്റ്, അതിന് തന്നെ 2 വെറൈറ്റീസ് ഉണ്ട്. സീസണൽ വേരിയേഷൻ ഉണ്ട്, സൈക്ലിക് വേരിയേഷൻ ഉണ്ട്, ആൻഡ് നമ്മളെ ഇറഗുലർ വേരിയേഷൻ. ഇനി നമ്മൾക്ക് പ്രോബ്ലം പാർട്ടിൽ സ്ഥിരമായിട്ട് വലിയ മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മെത്തേഡ് ഓഫ് മൂവിങ് ആവറേജസ്. ചിലപ്പോൾ 4 ഇയർലി ആയിരിക്കും, അല്ലെങ്കിൽ 3 ഇയർലി ആയിരിക്കും. കഴിഞ്ഞ വർഷം ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡും ചോദിച്ചിട്ടുണ്ട്, മെത്തേഡ് ഓഫ് സെമി ആവറേജസും ചോദിച്ചിട്ടുണ്ട്. സോ ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. സോ ഈ 12 ചാപ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത് ഇതൊക്കെയാണ്. ആൻഡ് പിന്നെ ഇക്വേഷൻസിന്റെ വീഡിയോ അതും നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ട് ഇക്വേഷൻസിന് മാത്രമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതും എല്ലാ ഇക്വേഷൻസും ഏതൊക്കെയാണ് വരുന്നത് എന്ന് നോക്കുക, ക്ലിയർ ആക്കാം. ആൻഡ് ഇനി നമ്മളെ ക്ലാസ്സസ് ഒക്കെ വരുന്നുണ്ട്. മാരത്തോണും എല്ലാതും ജോയിൻ ചെയ്യുക. ഇതിന്റെ ഒക്കെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതാണ്. സോ സ്റ്റാറ്റിസ്റ്റിക്സ് അടിപൊളിയായിട്ട് സൈലത്തിന്റെ കൂടെ പഠിച്ചു പോവാം.